എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരാ, നിങ്ങൾക്കറിയോ ആരാ ജമാഅത്ത് ഇസ്ലാമി? കോൺഗ്രസിന്റെ പേരെന്താ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. എന്റെ പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്, CPIM. ഞങ്ങളുടെ മുന്നണിയിലുള്ള മറ്റൊരു പാർട്ടി CPI, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. മുസ്ലിം ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ പേര് ഭാരതീയ ജനതാ പാർട്ടി. ഒന്നുകിൽ ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം. ജമാഅത്തെ ഇസ്ലാമിയുടെ പേരെന്താ? ജമാഅത്തെ ഇസ്ലാമി അൽ ഹിന്ദ്, ഉറുദുല്. അതിന്റെ മലയാളം ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി. എന്റെ പ്രസംഗം കേൾക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരനോട് ഒറ്റ ചോദ്യം. ഈ ചോദ്യം കോൺഗ്രസും ലീഗും മറുപടി പറയണം. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമി. കാശ്മീര് നിങ്ങളെ ജമാഅത്തെ ഇസ്ലാമി പെടുമോ? ഇന്ത്യക്കകത്തൊരു സംസ്ഥാനത്തിന്റെ പേരാണ് കാശ്മീർ. ആ കാശ്മീരിലെ പഹൽഗാമിലാണ് 23 ഇന്ത്യക്കാരെ തമ്മാടിക്കൂട്ടങ്ങൾ, തീവ്രവാദികൾ, മുസ്ലിം തീവ്രവാദികൾ വെടിവെച്ചു കൊന്നത്. കൊച്ചിയിലെ നേവിയിലുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ കല്യാണം കഴിച്ച് 15 ദിവസം മധുവിധ ആഘോഷിക്കാൻ പോയതാ. ഭാര്യയുടെ മുമ്പിലിട്ട് വെടിവെച്ചു കൊന്നു. ഈ കേരളത്തിലുള്ള രാമചന്ദ്രനെ വെടിവെച്ചു കൊന്നു. രാമചന്ദ്രന്റെ മകളുടെ നാടാണ് ഇന്ത്യ. എന്താ രാമചന്ദ്രന്റെ മകള് പറഞ്ഞത്? എനിക്ക് എന്റെ അച്ഛനെ നഷ്ടപ്പെട്ടു കാശ്മീരിൽ, പക്ഷെ എന്റെ ജീവനടക്കം രക്ഷിച്ച 2 സഹോദരന്മാരെ എനിക്ക് തിരിച്ചു കിട്ടി. പടച്ചവൻ അവരെ രക്ഷിക്കട്ടെ. എന്താ പറയാൻ കാരണം? അവര് മുസ്ലിങ്ങളാ. ജമാഅത്തെ ഇസ്ലാമിക്കാരെ മനസ്സിലാക്കിക്കോ. ആ തീവ്രവാദികൾ വെടിവെച്ചു കൊന്ന 23 പേരിൽ ഒരാളുടെ പേര് സലീം എന്നാണ്. അനുബന്ധ വാക്കുകളുണ്ട്. അയാൾ ആരാന്നറിയോ? കാശ്മീരിലുള്ള മുസ്ലിം. ഞാനിത് പറഞ്ഞത് എന്തിനറിയോ? ജമാഅത്തെ ഇസ്ലാമി മറുപടി പറയണം, കോൺഗ്രസ് മറുപടി പറയണം. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി കാശ്മീർ ഉണ്ടോ? ഇല്ല. അവന് കാശ്മീർ പറയാ, ഇത് ഞാൻ പറയല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ 50ാം വാർഷിക പതിപ്പിൽ പ്രബോധന ഇത്, അതിന്റെ ലേഖനം കാശ്മീർ ജമാഅത്തെ ഇസ്ലാമി.